ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിച്ചനയാണ്. കോഴിച്ചന മുതൽ പാലച്ചിറമ്പാട് വരെ പുതിയൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ട്. റോഡിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സൈഡിൽ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ ഫിനിഷിംഗ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. മഴ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് ടൈം വൈകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടും വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ KNRCL കമ്പനീൻ്റെ മുന്നിലുള്ള ഒരു ഭാഗത്താണ്. ഇവിടെ ഒരു കുഴിയൊക്കെ ഉണ്ടാക്കിയത് കാണുന്നുണ്ട്. എന്താ നോക്കാം. ഇവിടെ ഡ്രൈനേജിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് മാറ്റിയതാണ്. ഡ്രൈനേജിൻ്റെ വർക്ക് ഈ ഭാഗത്ത് മാത്രമായിരുന്നു. ഇതാണ് കമ്പനി. ഡ്രൈനേജിൻ്റെ ഭാഗത്തുള്ള മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മുൻഭാഗത്തേക്ക് ഇങ്ങനെ കുറച്ച് ഭാഗത്തേക്ക് വരെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഒരു ബസ് സ്റ്റോപ്പൊക്കെ പുതുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോഴിച്ചന ഭാഗത്ത് ഒരു ഓവർപാസ്സാണ് വന്നിട്ടുള്ളത്. ഓവർപാസിൻ്റെ ആ ഭാഗത്തൊന്നും ഇതുപോലുള്ള ബസ് സ്റ്റോപ്പുകൾ കൊടുക്കൂല. അപ്പോൾ കുറച്ച് താഴ്ഭാഗത്തൊക്കെ ആയിട്ടായാലും കൊടുക്കുക. ഇതാണ് കോഴിച്ചന എന്നുള്ള ഒരു ബോർഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഓവർപാസിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്കുകളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കുറേ പേര് വാഹനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കൂല. അപ്പോൾ താൽക്കാലികമായിട്ടൊക്കെ വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് നിർത്താം. ഇത് കോഴിച്ചന ഭാഗത്തുനിന്ന് നമുക്ക് താഴോട്ടുള്ള ഒരു കാഴ്ചകളാണ് ഇങ്ങനെ കാണുന്നത്. ഇതാണ് മുകളിൽ നിന്നുള്ള ഓവർപാസിൻ്റെ ഒരു ഭാഗം. ഇവിടെ കുറച്ച് ഭാഗത്ത് നമുക്ക് കാണാം പൈപ്പുകളൊക്കെ വെച്ചത്. ഈ പൈപ്പുകളൊക്കെ അങ്ങനെ കമ്പി കൊണ്ട് ഇങ്ങനെ ചുറ്റി വരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വർക്കുകളുണ്ട്. അതുപോലെ സൈഡിൽ വരുന്ന ഭാഗത്തൊക്കെ ഇനിയും വർക്കുകളൊക്കെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകൾ തന്നെ കുറച്ച് ഭാഗത്തൊക്കെ ചെയ്യാത്തതുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് അവിടെ കാണുന്നത്. ഇനി നമുക്ക് മേലെ കോഴിച്ചന ഭാഗത്തേക്കാണ് ഞാൻ പോകുന്നത്. മേലെ കോഴിച്ചന ഭാഗത്തും പുതുതായിട്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ ഇവിടെ കാണാം. നമുക്ക് കുറച്ച് ഭാഗത്ത് ഇങ്ങനെ ടാറിങ് കറക്റ്റായിട്ടില്ലേന്ന് കണ്ടില്ലേ. ഇതുപോലുള്ള ഭാഗത്തേക്കൊക്കെ വീണ്ടും ടാറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് റോഡ് പോലെ ആയിട്ടുണ്ട്. കമ്പനീൻ്റെ വർക്കുകൾ അത്ര ഫിനിഷിങ് ഇല്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇനി ഈ ഭാഗത്തൊക്കെ ടാറിങ് വരുമോ എന്ന് സംശയമാണ്. ഇപ്പോൾ കുറേ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളി തെറിച്ചൊക്കെ നിൽക്കുന്ന രീതിയിലാണ് ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് കയറി പോകുന്ന സർവീസ് റോഡിൻ്റെ പഞ്ചായത്ത് റോഡിൻ്റെ ഭാഗത്തൊക്കെ അവരിപ്പോൾ വീണ്ടും ടാറിങ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വരുന്ന കോഴിച്ചന മേലെ കോഴിച്ചന ഭാഗത്ത് വരുന്ന ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അതിൻ്റെ ഭാഗത്ത് കുറച്ച് താഴ്ന്നിട്ടാണ് ഇവിടെ ഞാൻ കുറച്ച് സ്ലോ ആക്കിയിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് ആ ഭാഗത്തും ഇങ്ങനെ ഒരു കുഴി പോലെയാണ് ഈ ഡ്രൈനേജ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അധിക ഭാഗത്തും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഫിനിഷിങ് എത്താത്തതുകൊണ്ട് ചാടിയൊക്കെയാണ് സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇനി മഞ്ഞിലാസ്പടി പറഞ്ഞ ഭാഗത്തേക്കാണ് പോകുന്നത്. മഞ്ഞിലാസ്പടി ഭാഗത്താണ് ഡ്രൈനേജിൻ്റെ വർക്കുകൾ കൂടുതൽ വരാനുള്ളത്. ഞാൻ ഇതിൻ്റെ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അന്നേരം നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ആ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കുറച്ച് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകളുണ്ട്. ഇതാ കണ്ടില്ലേ. ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ പുതുതായിട്ട് ചെയ്തതാണ്. ഇവിടെ വേണ്ടത്ര ഫിനിഷിങ് ആയിട്ടില്ല. അങ്ങോട്ട് കൊണ്ടിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്ന് അമർത്തി എന്നുള്ളൂ. അതിൻ്റെ ആ പാട് പോലും പോയിട്ടില്ല കറക്റ്റായിട്ട്. ഇവിടെ ഞാൻ എത്തിയിട്ടുണ്ട്. ഇതാണ് മഞ്ഞിലാസ്പടി വരുന്ന ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിരുന്നത്. ഈ ഭാഗത്ത് ഇപ്പോൾ വീണ്ടും അവർ വർക്കുകൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ഇവിടുന്ന് നല്ലൊരു അടിപൊളി വിഷ്വൽ കിട്ടുന്നുണ്ട്. കോഴിക്കോട് ഭാഗത്തേക്കാണ് ഇപ്പോൾ ഞാൻ പിടിച്ചിട്ടുള്ളത്. ഈ സൈഡിൽ വരുന്ന ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റിൻ്റെ ഇരുമ്പിൻ്റെ ക്രാഷ് ബാരിയർ പിടിപ്പിച്ചത് കാണാം. ഈ വീടിൻ്റെ തൊട്ടടുത്തു കൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഇവിടെ ഇതുപോലുള്ള ഈ ഡ്രൈനേജുകളൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ നല്ലതാണ്. ഈ ഡ്രൈനേജിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു നെറ്റ് കമ്പി കൊടുക്കുന്നത്. അതുകൊണ്ട് വെള്ളമൊക്കെ ഒഴുകിപ്പോവാൻ വളരെ നല്ലതാണ്. ഇതാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പായിട്ടാണ് അവരിപ്പോൾ ചെയ്യുന്നത്. ഒന്നിച്ച് ചെയ്താൽ ഒരു പക്ഷേ അതിൻ്റെ വിലക്കുറവ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഓരോ സ്റ്റെപ്പായിട്ടാണ് ഇവർ കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടിരുന്നത്. ആ സൈഡിലുള്ള വീടുകൾക്കും ഈ ഡ്രൈനേജിനൊക്കെ വേണ്ടി ഒരു സുരക്ഷയ്ക്ക് വേണ്ടിക്കൊണ്ട് ചെയ്യുകയാണ്. നല്ല രീതിയിൽ അവർ അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അത് കോഴിച്ചന ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡാണ്. ഈ റോഡ് ചില സമയങ്ങളിലൊക്കെ അടച്ചു വെക്കാറുണ്ട്. ഇന്നൊക്കെ തുറന്നിട്ടുണ്ട്. ഇതാണ് കുറച്ച് ഭാഗത്ത് ഇനിയും ഇതിൻ്റെ മുകളിൽ സ്ലാബിൻ്റെ വർക്കുകൾ വരാനുണ്ട്. കമ്പി കെട്ടുന്ന വർക്ക് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഇങ്ങനെ ബോക്സുകളാക്കിയ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് കൊണ്ടുവന്ന് നിറക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ചെയ്യുന്നത്.
ഇനി ഇതൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി എടുക്കാനുണ്ട്. കുറച്ച് ഭാഗത്തൊക്കെ ഇനി വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. നല്ല രീതിയിൽ ഈ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ചില ഭാഗത്തൊന്നും ഫിനിഷിങ് ആവണമെന്നില്ല എന്നുള്ള ഒരു പരാതികൾ ഇപ്പൊ പൊതുവെ എല്ലാവരും കമന്റിലൂടെ ഒക്കെ അറിയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടൊക്കെ കാണുക. കുറെ ദിവസമായി വീഡിയോകൾ ഇങ്ങനെ വൈകാൻ തുടങ്ങിയിട്ട് മഴ കാരണം അധിക സ്ഥലത്തും പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് പറയുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ വർക്ക് തുടങ്ങിയിട്ടില്ല, കുറച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. സോയിൽ ലൈനിങ് ചെയ്തത് കുറച്ച് ഭാഗത്തൊക്കെ വീണ്ടും വന്നിട്ട് അവർ വീണ്ടും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സ്പ്രേ ചെയ്തുകൊണ്ട് വീണ്ടും പിടിപ്പിക്കുന്നുണ്ട്. കാരണം ആ ഭാഗത്തൊക്കെ വീണ്ടും പൊട്ടിപ്പോയതൊക്കെ ഉണ്ട് കുറേ ഭാഗത്ത്. മഴ മൂടലാണ് മെയിൻ പ്രശ്നം വീഡിയോ എടുക്കാൻ തന്നെ. ഇതാണ് ഇവിടെ വന്നിട്ടുള്ള മെയിനായിട്ട് വലിയ ഒരു ഓവർപാസ് ആണ് വന്നിട്ടുള്ളത്. ആ ഓവർപാസിൻ്റെ മുകളിലാണ്. സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു വിള്ളലൊക്കെ കണ്ടു, അപ്പോൾ അതുകൊണ്ട് അടുത്തേക്ക് പിടിച്ചതാണ്. ഇതാണ് കോൺക്രീറ്റിൻ്റെ വലിയ ബീമൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു വിണ്ട് പോലെ ഉണ്ട്. റോഡിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമാണ് വിണ്ട് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, റോഡിന് പ്രശ്നമൊന്നും വരില്ല. ഇതാണ് കോട്ടക്കൽ ഭാഗത്തേക്ക് തിരിച്ചു പിടിക്കുമ്പോൾ ഒരു കാഴ്ച. നല്ല രീതിയിൽ ഇവിടെയും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത ഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് ഒട്ടൊരു വൃത്തിയില്ലാത്ത പോലെ നമുക്ക് കാണാം. ഇവിടെയൊക്കെ കമ്പികളൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ട്, കണ്ടില്ലേ? കമ്പികളൊക്കെ ഇതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാനുണ്ട്. ഇങ്ങനെ കുറേ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട് ഫിനിഷിങ് വർക്കിൻ്റെ ഭാഗമായിട്ട്. ആ സൈഡിൽ ഇപ്പോൾ കണ്ടില്ലേ, അവിടെ ഒരു കോൺക്രീറ്റ് ചെയ്ത് പുതുതായിട്ട് വെച്ചതാണ്, ബോക്സ് ആക്കിയിട്ട്. ഇതാണ് ഈ ഓവർപാസിൻ്റെ മുകളിൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഈ വരുന്ന ഭാഗത്ത് തന്നെ ഒരു പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. എങ്ങനെ പെർമിറ്റൊക്കെ അറിയില്ല. അപ്പം നമുക്കിനി താഴ്ഭാഗത്തേക്ക് പോവാം. ഇതാ കണ്ടില്ലേ, ഇങ്ങനെയുള്ള റോഡിൻ്റെ ഭാഗങ്ങളിലൊക്കെ അവർ പുതുതായിട്ട് പഞ്ചായത്ത് റോഡ് കടന്നു വരുന്ന ഭാഗത്തൊക്കെ അവർ വീണ്ടും കോൺക്രീറ്റ് ഒക്കെ ടാറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് പഴയ റോഡിൻ്റെ ഭാഗത്തും ഇങ്ങനെ മണ്ണൊക്കെ എടുത്തിട്ട് പാലച്ചിറമാട് വളവിൽ അവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതാ കാണാം, ഈ ഭാഗത്തൊക്കെ അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് താഴ്ഭാഗത്ത് എടരിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് വരുന്ന ഭാഗത്തൊക്കെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാലത്തിൻ്റെ തൂണുകളൊക്കെ വരുന്ന ഭാഗങ്ങളിലൊക്കെ പെയിൻറ്റിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. മുകൾ ഭാഗത്തൂടെ വാഹനങ്ങൾ പോകുന്നുണ്ടെങ്കിലും തിരക്കൊന്നും ഒഴിവായിട്ടില്ല. നമ്മുടെ കോട്ടക്കൽ ടൗണിൻ്റെ തിരക്കൊന്നും ഒഴിവായിട്ടില്ല. ഈ ഭാഗത്ത് ഇപ്പോഴും ഒരു അപകട വളവ് എന്ന് തന്നെ പറയാം. 2-3 പ്രാവശ്യമൊക്കെ ഇവിടെ വാഹനങ്ങൾ ഈ വീടിൻ്റെ ഈ ഭാഗത്തേക്കൊക്കെ മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവിടുന്ന് വരുന്ന ഭാഗത്തുനിന്ന് ഒരു ചെറിയ വീതി കുറഞ്ഞ സർവീസ് റോഡുമാണ്, പിന്നെ ഇറക്കമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതാണ് ഇവിടെ ഉള്ള പഴയ ഹൈവേ. നമ്മളിപ്പോൾ വയഡക്റ്റിൻ്റെ താഴ്ഭാഗത്തെ കൂടെ എടരിക്കോട് ഭാഗത്തേക്കാണ് പോകുന്നത്. എടരിക്കോട് ഭാഗത്ത് പോകുന്ന ഈ ഭാഗത്താണ് ഇപ്പോൾ പെയിൻറ്റിങ് നടക്കുന്നത്. പെയിൻറ്റിങ് വർക്കുകൾ നമുക്ക് കാണാം. ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. പാടത്തിൻ്റെ ഭാഗത്തേക്ക് കടന്നു പോകുന്ന ഭാഗത്തൊക്കെ ഇവിടെ ഒരു ഡ്രെയിനേജ് ഉണ്ടായിരുന്നു, ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തു നിന്നൊക്കെ വെള്ളം ഒഴുകി വരാനുള്ള ആ ഭാഗത്തൊക്കെ ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇങ്ങനെ പതുക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ പുതിയ ഹൈവേ വന്നതുകൊണ്ട് പഴയ ഹൈവേന്റെ ഭാഗത്തൊക്കെ കുറെ ഭാഗത്ത് റോഡുകളൊക്കെ കേടായി പോയിട്ടുണ്ട്. അതൊക്കെ ഇനി നന്നാക്കി എടുക്കുമെന്ന് അറിയില്ല. ഈ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ എടരിക്കോട് ഭാഗമാണ് ഈ പോകുന്ന വഴി. അപ്പൊ ഈ ഭാഗത്തേക്കൊക്കെ പോകുന്നിടത്തൊക്കെ കുറെ റോഡ് കേടായിട്ടുണ്ട്. ഹൈവേന്റെ വർക്ക് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ കേടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇവിടെയൊക്കെ അതാ പാലത്തിന്റെ കൈവരിയേനെ പോയിട്ടുണ്ട്. അതൊക്കെ ഒരു അപകടമാണ്, വരാൻ സാധ്യത ഉള്ളൊരു ഇതാണ്. അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെയുള്ള ഇനി റോഡ് വർക്കൊക്കെ നടക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു ചെറിയ വീഡിയോ ആണ്, പുതിയൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പൊ ഇനി എടരിക്കോട് വരെയാണ് പോകുന്നത്. എടരിക്കോട് കോളേജ് പടി ഭാഗത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും പറഞ്ഞു, അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.